സംസ്ഥാനത്ത് പതിവ് തെറ്റാതെ ഇത്തവണയും മഴക്കാല പൂർവ്വ ശുചീകരണം പരാജയം. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാത്തതും ഫണ്ടിനായുള്ള കാത്തിരിപ്പുമാണ് പ്രവർത്തനങ്ങൾ താളം തെറ്റിച്ചത്. തലസ്ഥാന നഗരത്തിലെ ആമിഴഞ്ചാൻ തോട്ടിൽ പാഠം പഠിക്കാതെ ഇന്നും ജനങ്ങൾ മാലിന്യം വലിച്ചെറിയുകയാണ്. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ തിരുവനന്തപുരം ആമിഴഞ്ചാൻ തോട്ടിൽ വീണു മരിച്ച ജോയി ആരും മറന്നിട്ടുണ്ടാകില്ല. ജോയിയുടെ മരണത്തിനു പിന്നാലെ ആമിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം സംബന്ധിച്ച തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോഴിതാ കാലവർഷം എത്തുമ്പോൾ ആമിഴഞ്ചാൻ തോട്ടിലുണ്ടായ മാറ്റം എന്താണെന്നുകൂടി കാണണം. കഴിഞ്ഞ ജൂലൈയിലാണ് മാരായമുട്ടം സ്വദേശി ജോയി മാലിന്യം വൃത്തിയാക്കുന്നതിനിടെ ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചത്. പിന്നാലെ ലക്ഷങ്ങൾ മുടക്കി കോർപ്പറേഷൻ മുഴുവൻ മാലിന്യവും നീക്കി. എന്നാൽ ഇന്നലെ ജോയി വീണ ഇതേ ഇടത്ത് കണ്ട അവസ്ഥ ഇങ്ങനെയാണ്. തദ്ദേശ ആരോഗ്യ, മൃഗസംരക്ഷണം, വാട്ടർ അതോറിറ്റി, KSEB, PWD തുടങ്ങിയ വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി നടക്കൂ. തദ്ദേശ ആരോഗ്യ വകുപ്പുകൾക്കാണ് പ്രധാന പങ്ക്. കാലവർഷത്തിന് മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും പാലിച്ചില്ല. ഓടകൾ ശുചീകരിക്കൽ, നീർച്ചാലുകളും ജലാശയങ്ങളും വൃത്തിയാക്കൽ, ഡ്രൈഡേ ആചരിക്കൽ തുടങ്ങി സർക്കാർ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങളൊന്നും പല പഞ്ചായത്തുകളിലും നടന്നില്ല. കാലവർഷമെത്തി ദുരിതപ്പെയ്ത്ത് തുടരുമ്പോഴാണ് ഇന്ന് പലരും മഴക്കാലപൂർവ്വ ശുചീകരണത്തെപ്പറ്റി ആലോചിക്കുന്നത് പോലും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.